കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം. ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പോൾ ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം, അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവത്തിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്?